യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. ചർച്ച നടക്കുന്നത് ദിയാദനവുമായി ബന്ധപ്പെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പല വ്യക്തികളും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തലാലിന്റെ സഹോദരന്റേത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. മാതാപിതാക്കൾക്കുള്ളത് വ്യത്യസ്തമായ നിലപാടാണെന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അതേസമയം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന പ്രചരണം തള്ളി തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി രംഗത്തെത്തിയിരുന്നു. തലാൽ കേസിൽ അപൂർണമായ റിപ്പോർട്ടുകൾ മാത്രമല്ല, കെട്ടിച്ചമച്ച വിവരണങ്ങളും തങ്ങൾക്ക് നേരിടേണ്ടി വന്നു. തലാൽ വർക്കിംഗ് കമ്മിറ്റി വക്താവെന്ന് അവകാശപ്പെടുന്നയാൾ ഇല്ലാത്ത കഥകൾ മെനയുകയാണ്. ഭാവനയിൽ തോന്നുന്നതെല്ലാം അയാൾ വിളിച്ചു പറയുന്നു. എന്നാൽ ഇതൊന്നുമല്ല സത്യം. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണെന്നും മെഹ്ദി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ശക്തമായ വിമർശനമുണ്ട്. വാക്കുകൾ കെട്ടിച്ചമയ്ക്കുന്നതിലും വസ്തുതകൾ വളച്ചൊടിക്കുന്നതിലും മാധ്യമങ്ങൾ മികവ് പുലർത്തുന്നുവെന്നും മെഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചു.